നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തേർഡ് യൂണിറ്റാണ്. തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ഈ സ്റ്റോറി എ.ജെ. ക്രോണിൻ്റെയാണ്. എ.ജെ. ക്രോൺ വളരെ പ്രശസ്തനായ നോവലിസ്റ്റാണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് എ.ജെ. ക്രോണിൻ്റെ പ്രൊഫൈലിലേക്ക് പോകാം. ആർച്ചിബാൽഡ് ജോസഫ് ക്രോൺ, എ.ജെ. ക്രോൺ, MD, DPH, MRCP, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഡിഗ്രികളാണ് കേട്ടോ. 1896 ബോൺ ചെയ്തു. 1981 അദ്ദേഹം മരിച്ചു. അദ്ദേഹം ജനിച്ചത് 1896 മരിച്ചത് 1981. Was a Scottish novelist and a physician. Physician എന്ന് വെച്ചാൽ ഫിഷഗുരൻ അല്ലെങ്കിൽ ഡോക്ടർ. അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡുകാരനായ നോവലിസ്റ്റും എന്നാൽ ഒരു ഫിഷഗുരനുമാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുമാണ്. His career as a novelist started in 1930. ഒരു നോവലിസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത് 1930 1930 when he was designated with a chronic ulcer and was compelled to take a 6-month complete rest. During this time, he was able to indulge in his lifelong desire to write a novel, having previously written nothing but prescription and scientific papers. അപ്പോൾ ഏകദേശം ഒരു 6 മാസമായി ക്രോണിക് അൾസർ പിടിപെട്ട് അദ്ദേഹം ബെഡ് റെസ്റ്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷമായിരുന്ന ഒരു നോവൽ എഴുതുവാൻ തീരുമാനിച്ചു. ഹാവിങ് പ്രീവിയസ്ലി അദ്ദേഹം അപ്പോൾ ഒരു നോവൽ എഴുതണമെന്ന് തീരുമാനിച്ചു. റെസ്റ്റായിട്ട് നിൽക്കുകയില്ലേ, ബെഡ് റെസ്റ്റാണ്, മറ്റൊന്നും ചെയ്യുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും എഴുതണമെന്ന്. അപ്പോൾ കുറേ നാളുള്ള പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം എഴുതി കുറിച്ചിട്ടിരുന്നതെല്ലാം ചേർത്ത് നോവൽ എഴുതുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അന്ത്യാഭിലാഷമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാഭിലാഷം എഴുതിത്തീർത്തു. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് സയൻറ്റിഫിക് പർപ്പസ്. ഹിസ് ഫസ്റ്റ് നോവൽ ഹാസ് Hatter's Castle, and the most popular being the Citadel. Many of his stories has been adapted the Hollywood movies. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ കഥകളും ഹോളിവുഡ് മൂവീസ് നിന്നും എടുത്തിട്ടുള്ളതാണ്. നോക്കാം. ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. In the story of the horses, you have seen that the choice and the decisions that make will have an impact on your life and others. The story, the best investment I ever made by A.J. Cronin, has found out how the author's act of kindness transformed a man's life. ഈ എ.ജെ. ക്രോണിൻ്റെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഈ കഥ, എ.ജെ. ക്രോണിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാരുണ്യം ഒരു മനുഷ്യനെ മാറ്റിമറിയിക്കാൻ എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് സ്നേഹം, അനുകമ്പ, കാരുണ്യം, അങ്ങനെയുള്ള മഹത് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരാൾ ചെയ്ത കാരുണ്യപരമായ ഒരു പ്രവൃത്തി മറ്റൊരാളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ള ഒരു കഥയാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികൾ, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മാനസികാവസ്ഥ, ഇതെല്ലാം ഉണ്ടായിരിക്കണം.
അതെല്ലാം ഒരാളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും നിങ്ങൾ ചെയ്യുന്ന ഒരു സത്പ്രവർത്തി. അപ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. നോക്കുക, on the second day from New York, while making the round of Promenade Deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest to avoid the tedium of the casual imported shipboard contacts. I have no sign of having noticed the man. Well, on the second day, രണ്ടാമത്തെ ദിവസം കപ്പൽ യാത്രയാണ്. കപ്പൽ യാത്രയിൽ സമുദ്രത്തിലൂടെയുള്ള കപ്പൽ യാത്രയിലെ രണ്ടാമത്തെ ദിവസം ഔട്ട് ഫ്രം ന്യൂയോർക്കിൽ നിന്നും പുറത്തായിട്ട് രണ്ടാമത്തെ ദിവസമാണ് കപ്പൽ യാത്രയിൽ. അപ്പോൾ വൈൽ മേക്കിംഗ് എ റൗണ്ട് ഓഫ് ദി പ്രോമിനേറ്റ് ഡക്ക് എന്ന് വെച്ചാൽ കപ്പലിലെ തുറസായ സ്ഥലമാണ് കേട്ടോ. എനിക്കത് തുറസായ സ്ഥലത്തൂടെ ഇങ്ങനെ നമ്മൾ കുറേ നേരം കപ്പൽ തന്നെ ഇരിക്കുമ്പോഴോ ഒന്ന് വല്ലാത്തൊരു ബോറിംഗ് ഒക്കെ തോന്നുമ്പോൾ നമ്മൾ ഇറങ്ങി ഒന്ന് നടക്കാനാണ് തീരുമാനിക്കും. ട്രെയിനിലൊക്കെ പോകുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബോറിംഗ് ഒക്കെ തോന്നുമ്പോൾ ആ ട്രെയിനിൻ്റെ പാസേജിലോ അല്ലെങ്കിൽ ആ വാതിലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് കുറച്ച് നേരം വെളിയിലുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോർഡം മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം പ്രോമിനന്റ് ഡക്കിലേക്ക് വന്നു. അവിടെ കുറച്ചു നേരം ഒക്കെ നിന്ന് കടലിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഐ സഡൻലി ബിക്കം അവെയർ ദാറ്റ് വൺ ഓഫ് ദി പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് മീ ക്ലോസ്ലി. അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് അത് ഇങ്ങനെ ആ തുറസായ സ്ഥലത്തുകൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ കപ്പലിലെ ഒരു യാത്രക്കാരൻ തന്നെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് ആര് ശ്രദ്ധിച്ചു? എ.ജെ. ക്രോണിൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇദ്ദേഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ പ്രോമിനന്റ് ഡക്കിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം വളരെ ക്ലോസ് ആയിട്ട് ആര് വാച്ച് ചെയ്യുന്നു? എ.ജെ. ക്രോണിനെ വാച്ച് ചെയ്യുന്നു, അല്ലേ? നിങ്ങൾക്കും അങ്ങനെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിരിക്കാം. നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പലരും നിങ്ങളെ കീനായിട്ട് വാച്ച് ചെയ്തു. നിങ്ങൾക്ക് അത് വല്ലാത്തൊരു അലവസരം ഉണ്ടാക്കാം, അല്ലേ? ഒരാൾ നമ്മളെ തന്നെ തുറച്ച് നോക്കുന്നത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉളവാക്കുന്നതാണ്. അതുപോലെ തന്നെ എ.ജെ. ക്രോണിനും വളരെയധികം ഇദ്ദേഹം ഇങ്ങനെ നോക്കുന്നത് എ.ജെ. ക്രോണിൻ ശ്രദ്ധിച്ചു. I wanted to rest to avoid the tedium of casual and imported shipboard contacts. അപ്പോൾ ഇദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു ഈ അവിടുത്തെ കപ്പൽ യാത്രക്കാരോ സഹയാത്രക്കാർ കൂടെ വന്നിട്ട്. ഇദ്ദേഹം ഒരു ഫേമസ് ആയ വ്യക്തിയാണല്ലോ, നോവലിസ്റ്റൊക്കെ ഉണ്ടോ, കൂടെ ഓരോരുത്തർ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയും സ്ഥിരമായി ശല്യപ്പെടുത്തുന്നതൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അവിടെ ഒരു പാസഞ്ചർ ഇദ്ദേഹത്തെ വളരെയധികം ശ്രദ്ധിച്ച് നോക്കുക. ഓരോ തവണ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴും ഇദ്ദേഹത്തെ കീനായിട്ട് വാച്ച് ചെയ്യുന്നത് ഇദ്ദേഹം കണ്ടു. പക്ഷെ ഇദ്ദേഹം കൂടുതൽ മൈൻഡ് ചെയ്തില്ല, കൂടുതൽ ശ്രദ്ധ നൽകിയില്ല. I gave no sign of having noticed the man. പക്ഷെ അദ്ദേഹം ആ വ്യക്തിയെ ശ്രദ്ധിച്ചോ? അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റൊരാൾ ഇദ്ദേഹത്തെ കീനായിട്ട് വാച്ച് ചെയ്യുന്നത് കണ്ടു. പക്ഷെ ആ വാച്ച് ചെയ്യുന്ന വ്യക്തിക്ക് വളരെയധികം ശ്രദ്ധ ആര് കൊടുത്തില്ല? എ.ജെ. ക്രോണിൻ കൊടുത്തില്ല. Yet there was nothing important about him. പക്ഷേ എന്നിരുന്നാലും ഇദ്ദേഹത്തെ കൂടെ വന്ന് ശല്യപ്പെടുത്തി എന്തെങ്കിലും ഇങ്ങോട്ടൊന്നും ചോദിച്ചില്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്തതേ ഉള്ളൂ. On the contrary, he seemed affected by a troubled rather than touching diffidence. അദ്ദേഹത്തിന് എന്നെ അപ്രോച്ച് ചെയ്യുന്നതിൽ എന്തോ ഒരു ഡിഫറൻസ് മീൻസ് ഷൈനസ്, എന്തെങ്കിലും ഒരു ഷൈനസ് ഉണ്ടോ എന്നൊരു സംശയം. അദ്ദേഹം അവിടെ നിന്ന് കീനായിട്ട് അദ്ദേഹത്തെ വാച്ച് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ എ.ജെ. ക്രോണിന് ഏതൊരു ശ്രദ്ധയും അദ്ദേഹത്തിന് കൊടുത്തില്ല. എന്നിരുന്നാലും അദ്ദേഹം ഒരു ശല്യക്കാരനാണ് എന്ന് ആർക്ക് തോന്നിയില്ല? നമ്മുടെ എ.ജെ. ക്രോണിന് തോന്നിയില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് എ.ജെ. ക്രോണിൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഹി വാസ് in his early 40s, ഏകദേശം 40 വയസ്സോളം പ്രായം വരുന്ന ഒരു മധ്യവയസ്കനാണ് അദ്ദേഹം. rather short in build,
വിത്ത് ഫെയർ കോമ്പിനേഷൻ. വെളുത്ത നിറമുള്ള കുറുകിയ വളരെയധികം പൊക്കമില്ലാത്ത 40 വയസ്സോളം തോന്നിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, നീല കണ്ണുകളോട് കൂടിയ വെളുത്ത നിറത്തിലുള്ള 40 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. His thin hair had began to recede from forehead. അദ്ദേഹത്തിൻ്റെ നേർത്ത മുടികൾ കയറി ഏകദേശം തലയെല്ലാം കഷണ്ടിയായി തുടങ്ങിയിരിക്കുന്നു. His dark suit, sober tie and rimless spectacles gave evidence of serious and reserved disposition. അദ്ദേഹത്തിൻ്റെ കറുത്ത സ്യൂട്ടും അത്ര തന്നെ ഭംഗിയില്ലാത്ത തിളക്കമില്ലാത്ത, സോബർ മീൻസ് തിളക്കം കുറഞ്ഞു, സോബർ ടൈ തിളക്കമില്ലാത്ത ടൈയും ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾസ് ഫ്രെയിമില്ലാത്ത അദ്ദേഹത്തിൻ്റെ കണ്ണടയും എല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു ഗൗരവക്കാരൻ്റെ മുഖഭാവമാണ് നൽകിയത്. At this point, the bugle sound of the dinner and I went to dinner. ഈ സമയത്ത് ഡിന്നറിനുള്ള ശബ്ദം, മണിമുഴക്കം കേട്ടു. അദ്ദേഹം താഴെ ഡക്ക് മുകൾ സൈഡാണ്, കപ്പലിൻ്റെ മുകൾ ഭാഗമാണ് ക്രോമൻ ഡക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്നും താഴേക്ക് ഡിന്നർ കഴിക്കാനായിട്ട് ആര് പോയി? എ.ജെ. ക്രോണിൽ. ഓൺ ദി ഫോളോയിങ് ഫോർനൂൺ, ആ ദിവസം ഉച്ചയ്ക്ക് മുന്നേ, അത് കഴിഞ്ഞുള്ള ഉച്ചയ്ക്ക് മുന്നേ, ദി ഫോളോയിങ് ഫോർനൂൺ ഐ ഗെയിൻ ഒബ്സർവ്ഡ് മൈ ഫെലോ വോയേജർ വാച്ചിങ് മീ ഏണസ്ലി ഫ്രം ഹിസ് ഡക്ക്. ഇങ്ങനെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഡിന്നർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ പ്രധാന ഭക്ഷണം. യൂറോപ്യൻസൊക്കെ ഡിന്നർ നമ്മൾ അത്താഴം എന്ന് പറയും, അങ്ങനെയാണ് കഴിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഏകദേശം ഉച്ചയ്ക്ക് മുന്നേ തന്നെ I again observed my fellow voyager watching me earnestly from the deck chair. ഇപ്പോൾ പ്രോമിനന്റ് ഡക്കിൻ്റെ ഒരു ചെയറിൽ നിന്ന് വീണ്ടും ആരെ വാച്ച് ചെയ്യുന്നു? നിരീക്ഷിക്കുകയാണ്. എ.ജെ. ക്രോണിനെ നിരീക്ഷിക്കുകയാണ്. അദ്ദേഹം വീണ്ടും നിരീക്ഷിച്ചു. അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം വീണ്ടും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുന്നേ പ്രോമിനന്റ് ഡക്കിലോട്ട് നടന്നപ്പോൾ അദ്ദേഹം അവിടെ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് എ.ജെ. ക്രോണിനെ വാച്ച് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഈ സമയത്ത് നൗ എ ലേഡി വിത്ത് ഹിം, ഇന്നലെ ഒറ്റയ്ക്കായിരുന്നു വാച്ച് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ്റെ കൂടെ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ഒബിയസ്ലി ഹിസ് വൈഫ്. അവരുടെ രീതിയും ഭാവവും കണ്ടു കഴിഞ്ഞാൽ അറിയാം, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണത്. The situation by this time had begun to intrigue me. അപ്പോൾ ഈ സമയത്ത് ഇവരെ കുറിച്ച് അറിയുവാനുള്ള ഒരു ജിജ്ഞാസ, അറിയുവാനുള്ള ഒരു ആകാംക്ഷ എന്നിലുമുണ്ടായി. I discovered from my steward that they were Mr. and Mrs. Jones. അപ്പോൾ കപ്പലിലുള്ള ജോലിക്കാരനാണ് സ്റ്റ്യൂവേർഡ്. അപ്പോൾ കപ്പലുള്ള ജോലിക്കാരൻ്റെ അടുത്ത് നിന്നും അവർ ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവരാരാണ്? അത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി. കൂടാതെ സ്മാൾ സബർബ് ഓഫ് ലണ്ടനിലുള്ള ഒരു ചെറിയ പ്രാന്തപ്രദേശത്ത് നിന്നുമാണ് അവർ വരുന്നത്. ലണ്ടനിൽ നിന്നുമുള്ള മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ് ആണ് അത് എന്ന് സ്റ്റുവേർഡിൽ നിന്നും ആർക്ക് ഇൻഫർമേഷൻ കിട്ടി? നമ്മുടെ എ.ജെ. ക്രോണിന് ഇൻഫർമേഷൻ കിട്ടി. വെൻ അനദർ ഡേ പാസ്ഡ്, അങ്ങനെ ഒരു ദിവസം കൂടി കടന്നുപോയി. അപ്പോൾ ആദ്യ ദിവസം ജോൺ കണ്ടു. ആരെ കണ്ടു? ജോൺ ആരെ ശ്രദ്ധിച്ചു? നമ്മുടെ എ.ജെ. ക്രോണിനെ ശ്രദ്ധിച്ചു, പക്ഷേ മിണ്ടിയില്ല. പിറ്റേ ദിവസവും കണ്ടു. അന്ന് ഭാര്യയും ഉണ്ടായിരുന്നു, പക്ഷേ എ.ജെ. ക്രോണിൻ്റെ അടുത്ത് വന്ന് ഇവർ സംസാരിച്ചു ഇല്ല. അങ്ങനെ ഒരു ദിവസം കൂടി കടന്നു. I began to feel certain that Mr. S would remain too shy to carry out of his obvious desire to approach me. എനിക്ക് മനസ്സിലായി, മിസ്റ്റർ ജോൺസിന് എൻ്റെ അടുത്ത് വരുവാൻ എന്തോ ഒരു ഷൈനസ് ഉണ്ട്.
എന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ, എന്നെ സമീപിക്കുവാൻ എന്തോ ഒരു വിമുഖത അദ്ദേഹത്തിൽ കണ്ടു. ഹൗഎവർ, എന്നിരുന്നാലും ഓൺ അവർ ഫൈനൽ ഈവനിങ് അറ്റ് സീ, അപ്പോൾ ഇന്ന് നമ്മുടെ അവസാന ദിനമാണ് ഈ കടലിലുള്ള, നാളെ കപ്പൽ കരയ്ക്കെത്തും. അത് അന്ന് വൈകുന്നേരം മിസ്സിസ് എസ് decide the matter with a firm pressure on his hand and whispered a word in his ear and urged her husband towards me and as I passed along the deck. അപ്പോൾ അന്ന് കടലിലുള്ള അവസാന ദിവസമാണ്, പിറ്റേ ദിവസം കരയ്ക്കെത്തും. അതുകൊണ്ട് തന്നെ അത് ജോൺസിന്റെ ഭാര്യ ജോൺസിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കാതിലെന്തോ മന്ത്രിച്ചുകൊണ്ട് ആരുടെ അടുത്തേക്ക് വരികയാണ്? എജി ക്രോണിന്റെ അടുത്തേക്ക് നിർബന്ധപൂർവം വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ ജോൺ അതുവഴി ആ പ്രോമിനന്റ് ഡോക്ടറോട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവർ അത് ജോണിന്റെ അടുത്തേക്ക് വന്നു. സോറി, എജി ക്രോണിന്റെ അടുത്തേക്ക് വന്നു. ആര്? ജോണും മിസ്റ്റർ ആൻഡ് മിസ്സിസ്റ്റർ. എന്നിട്ട് ജോൺ എജി ക്രോണിന്റെ അടുത്ത്, എക്സ്ക്യൂസ് മീ ഡോക്ടർ, I wonder if I might introduce myself. He spoke almost breathlessly, offering me the visiting card. He held his hand and studying my face to see if the name meant anything to me. അപ്പോൾ അടുത്ത് എജെ ക്രോണിന്റെ അടുത്തെത്തി ജോൺ, എക്സ്ക്യൂസ് മീ, എന്നോട് ക്ഷമിക്കണം ഡോക്ടർ, ഇഫ് ഐ വാണ്ട് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് താങ്കൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് പറയുന്നത് വളരെയധികം ബ്രീത്ത്ലെസ്ലി ആണ്, ശ്വാസം എടുക്കാതെ. എന്തോ നമുക്കൊരു അസ്വസ്ഥത, ഒരാളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾക്ക് പെട്ടെന്നൊരു സ്റ്റാർസിനെ കാണുമ്പോൾ ചെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ അതേ ഒരു വിമുഖതയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അതിനുശേഷം അദ്ദേഹം ഓഫറിങ് മീ ദ വിസിറ്റിംഗ് കാർഡ്, എനിക്ക് വിസിറ്റിംഗ് കാർഡ് ഓഫർ ചെയ്തു. എൻ്റെ വിസിറ്റിംഗ് കാർഡാണെന്ന് പറഞ്ഞ് എജെ ക്രോണിൻ്റെ അടുത്ത് ജോണിൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. അപ്പോൾ എജെ ക്രോണിൻ ആ വിസിറ്റിംഗ് കാർഡിൽ അദ്ദേഹത്തിൻ്റെ പേര് വായിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് വായിക്കുന്ന സമയത്ത് എജെ ക്രോണിൻ്റെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസമുണ്ടോ എന്ന് ആര് നിരീക്ഷിച്ചു? ജോൺ നിരീക്ഷിച്ചു. പക്ഷേ ഏതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടായോ? ഇല്ല. Then as it I plainly did not, ഞാനത് സാധാരണ രീതിയിൽ വായിച്ചു പോയി. എൻ്റെ മുഖത്ത് ഭാവവ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കിയ അവർ ജോൺ, he went on with the same awakeness, അതേ വിമുഖതയോടുകൂടി, if I could spare a few minutes, അദ്ദേഹം എന്നെ അപ്രോച്ച് ചെയ്യാനുള്ള വിമുഖതയോടുകൂടി ചോദിച്ചു, താങ്കൾക്ക് വിരോധമില്ല എങ്കിൽ എന്നോടൊപ്പം അല്പനേരം ചിലവഴിക്കാമോ എന്ന് ചോദിച്ചു. if you could spare a few minutes എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. താങ്കൾക്ക് എന്നോട് അല്പനേരം ചിലവഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? My wife and I would like to have a word with you. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അങ്ങയോട് അല്പനേരം സംസാരിക്കണമെന്നുണ്ട്. A moment later, അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. I was occupying the vacant chair beside them. അവിടെ അവരുടെ അരികിലുള്ള ഒരു വേക്കൻറ്റ് ചെയറിൽ ഞാനും ഇരുന്നു. Hastily he told me that this had been their first visit to America. അദ്ദേഹം വളരെയധികം വിമുഖതയോടുകൂടി തന്നെ പറഞ്ഞു, അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ഷൈനെസ്സോട് കൂടി തന്നെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആദ്യ വിസിറ്റാണ്, അമേരിക്കയിലുള്ള ആദ്യ സന്ദർശനമാണ്. ഇറ്റ് വാസ് നോട്ട് സർട്ടൻലി എ ഹോളിഡേ ട്രിപ്പ്. ഇത് ഒരു ഹോളിഡേ ട്രിപ്പൊന്നുമല്ല, നമ്മളൊരു വിനോദ ഉപാധിയായിട്ട് അല്ലെങ്കിൽ ഒരു അവധി ദിവസങ്ങളിൽ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഹോളിഡേ ട്രിപ്പൊന്നുമല്ല. They had been making a tour to the New England states, inspecting many of the summer recreational camp of the young people there. എന്തിനാണ് അവർ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സിൽ നിന്ന് മേക്കിംഗ് എ ടൂർ ഓഫ് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റുകളെല്ലാം നമ്മളൊരു ടൂർ സംഘടിപ്പിക്കാറുണ്ട്. ആ ടൂറിൽ സമ്മർ റീക്രിയേഷണൽ ക്യാമ്പുള്ള യങ് പീപ്പിളിനെ മീറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ജുവനൈൽ ഹോംസിലുള്ള കൊച്ചുകുട്ടികൾ, അതായത് ഏകദേശം ഡെലിക്കറ്റ് യൂത്ത്, യൗവനം, അത് അഡോളസെന്റ് സ്പീഡിലൊക്കെ ഉള്ള കുട്ടികൾ, വളരെയധികം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത കുട്ടികൾ, ജയിലിലടയ്ക്കപ്പെട്ട അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും അവരോട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സമയം കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ it was not entirely a holiday trip. ഹോളിഡേ ട്രിപ്പ് അല്ല.
they had been making a tour of New England states. ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സിലെ എല്ലാ സ്റ്റേറ്റ്സുകളിലും അവർ ട്രിപ്പ് ചെയ്യാറുണ്ട്. എന്തിനാണ് ട്രിപ്പ് ചെയ്യാറുള്ളത്? ഇൻസ്പെക്ടിങ് മെനി ഓഫ് ദി സമ്മർ റീഎക്കേഷണൽ ക്യാമ്പ് ഫോർ ദി യങ് പീപ്പിൾ ദെയർ. അപ്പോൾ അവിടെ ജയിലിലുള്ള, അതായത് ജുവനൈൽ ഹോംസിലുള്ള കുഞ്ഞുകുട്ടികൾ തെറ്റൊക്കെ ചെയ്തിട്ട് കൊണ്ട് പാർപ്പിക്കുന്ന ഭാഗത്ത് അവരുടെ കാര്യങ്ങളെല്ലാം തിരക്കുന്നതിന് വേണ്ടിയും അവർ എങ്ങനെ ഈ രീതിയിൽ ഇവിടെ അകപ്പെട്ടു എന്നറിയുന്നതിന് വേണ്ടിയുമുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടി എല്ലാ ഭാഗത്തും എത്താറുണ്ട് എന്ന്. ആഫ്റ്റർവേർഡ്സ് ദേ ഹാഡ് വിസിറ്റഡ് സെറ്റിൽമെന്റ് ഹൗസ് ഇൻ ന്യൂയോർക്ക് ആൻഡ് അതർ സിറ്റീസ് ടു. അവിടെ നിന്നും ന്യൂയോർക്കിലുള്ള സെറ്റിൽമെന്റ് ഹൗസും അവിടെ. അപ്പോൾ ഓരോ ജയിലിലും ഉള്ള യങ് കുട്ടികളുടെ, കുറ്റവാളികളെയും ശിക്ഷിക്കപ്പെട്ടവരുടെയും അവരുടെ രീതികളും അറിയുന്നതിന് വേണ്ടിയാണ് ഇവർ ഓരോ സ്റ്റേറ്റ്സുകളിലും സഞ്ചരിക്കുന്നത് എന്ന് എ.ജെ. ക്രോണിന് ബോധ്യപ്പെട്ടു. സ്റ്റഡി ദ മെത്തേഡ്സ് ഓഫ് എംപ്ലോയിഡ് ഇൻ ഡീലിംഗ് വിത്ത് ദ കേസ് ഓഫ് ബാക്ക്വേർഡ് മാൽ അഡ്ജസ്റ്റഡ് ആൻഡ് ഡെലിക്കറ്റ്. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത ജയിലിലടയ്ക്കപ്പെട്ടവരുടെ അവസ്ഥകൾ എങ്ങനെയാണ്, അവരെ അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവന്ന നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസവും അവരുടെ കൈത്തൊഴിലൊക്കെ പഠിപ്പിച്ച് അവരെ പുറം ലോകത്ത് നല്ല ആൾക്കാരായിട്ട് പുറത്തേക്ക് അയക്കുക എന്നുള്ള ഒരു ഭാരിച്ച ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ആര്? മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺസ്. അവരുടെ ഒരു ജോലി അതാണ്. ജോലിയല്ല, ഒരു പാർട്ട് ടൈം ജോബായിട്ട് കാണുന്നത്. പാർട്ട് ടൈം ജോബ് എന്നല്ല, ഒരു ഡെഡിക്കേറ്റഡ് സാമൂഹിക പ്രവർത്തനമായിട്ട് ചെയ്യുന്ന രീതിയാണ്. There was in his voice and manner, indeed his whole personality, a genuine enthusiasm was the disarming. I found myself liking him instinctively. Questioning him further, I learned that he and his wife had been active for past 15 years in this field, youth welfare. അങ്ങനെ അവരുടെ വോയിസ് ആൻഡ് മാനർ, നമുക്കൊരു കാര്യം വളരെ ഇഷ്ടമാണ് എങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആവേശത്തോടെ സംസാരിക്കും. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വളരെയധികം ആവേശം ഇല്ലാതെ സംസാരിക്കും. സാധാരണ രീതിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സംസാരിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ആവേശമുണ്ട് എങ്കിൽ, ആ ഫിലിം ഫീൽഡ് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ ആ ഫിലിം ഫീൽഡിനെ കുറിച്ച് വളരെ ആവേശത്തിൽ സംസാരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള ചിലർക്ക് ആഹാര സാധനങ്ങളോടായിരിക്കും താല്പര്യം, അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ആവേശത്തോട് സംസാരിക്കും. അപ്പോൾ ഈ ഫീൽഡിൽ ഈ ഡെലിക്കറ്റ് യൂത്തേഴ്സ്, എന്തെങ്കിലും സ്ലം ഏരിയയിൽ, ചേരി പ്രദേശങ്ങളിൽപ്പെട്ട കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട് ജയിലിലടയ്ക്കപ്പെടുകയും പിന്നെ ജയിൽ മോചിതരായ അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസവും കൈത്തൊഴിലും നൽകി അവരെ പുറത്തേക്ക് സമൂഹത്തിലെ നല്ല ആൾക്കാരായിട്ട് വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ, അത് പറയുമ്പോൾ അവരിലുള്ള ആവേശങ്ങളെല്ലാം കണ്ട് ആവേശം എ.ജെ. ക്രോണിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. I found myself liking him instinctively. അവരെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺസിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ആര്? എ.ജെ. ക്രോണിൻ. ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ, അവരുടെ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും അവരോട് കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ 15 വർഷമായിട്ട് യൂത്ത് വെൽഫെയറിന്, അതായത് യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2 വ്യക്തികളാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺസ്. In the field of youth welfare, and he was by profession as a solicitor. Solicitor means a lawyer. അദ്ദേഹം മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത് ഒരു ലായറാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ. ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദി കോർട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിന് ശേഷം, കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിന് പുറമെ അദ്ദേഹം ചെയ്യുന്ന ഒരു സേവനം കൂടിയാണ് ഈ യൂത്ത് വെൽഫെയർ എന്ന് പറയുന്ന ഈ കാര്യം. ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് ദി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു ദി കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കോടതിയിലെ പ്രാക്ടീസിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഈ കുട്ടികളുടെ ചാരിറ്റി പ്രവർത്തനത്തിനുള്ള സമയം കണ്ടെത്തുകയാണ് ചെയ്തത്. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ആര്? നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺസ്.
And mostly from the city slums who had fallen under the bands of the law. അപ്പോൾ കൂടുതലും യുവാക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഉപരിയായിട്ട് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ചേരി പ്രദേശങ്ങളിലുള്ള കുട്ടികൾ, അതായത് നമ്മൾ അനാഥരാക്കപ്പെട്ട കുട്ടികൾ എന്ന് പറയില്ല, അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥ ജന്മങ്ങൾ ചേരി പ്രദേശങ്ങളിൽ വളരുകയും അവർ പെട്ടെന്ന് തന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആ സ്ലം ഏരിയയിലുള്ള അവരുടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ജയിലടയ്ക്കപ്പെടുകയും ചെയ്യുന്നവരെ, നിയമം ലംഘിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവന്ന് നല്ല കുട്ടികളായി വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യവുമുണ്ട് ഇവരുടെ ഈ പ്രസ്ഥാനത്തിന്. As he spoke with a real feeling, I got a vivid picture of the work these two people were doing. അവർ വളരെ അവരുടെ ആവേശത്തോടു കൂടി ഹാർട്ട് ടച്ചോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലേ. അപ്പോൾ റിയൽ ഫീലിങ്ങോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ഐ ഗോട്ട് വിവിഡ് പിക്ചർ ഓഫ് ദി വർക്ക് ദോസ് ടു പീപ്പിൾ വെയർ ഡൂയിങ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ വിവിഡ് പിക്ചർ മീൻസ് ക്ലിയർ പിക്ചർ ആർക്ക് കിട്ടി? നമ്മുടെ AJ Crowley. I learned how they took derelict adolescents from the juvenile court and placing them in the healthy environment. അപ്പോൾ അദ്ദേഹം AJ Crowley പഠിച്ചു അവരിൽ നിന്നും മനസ്സിലാക്കി എന്താണ് ഈ അഡോളസൻസ് കൗമാരപ്രായക്കാരായ കുട്ടികളിൽ കുറ്റകൃത്യങ്ങൾ അകപ്പെട്ട് ജയിലടയ്ക്കപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവന്ന് സമൂഹത്തിലെ നല്ല കുട്ടികളായി വാർത്തെടുത്ത് പുറത്തേക്ക് അയക്കുന്ന അവരുടെ ഈ ഉദ്യമം എന്തുമാത്രം റിസ്ക് ഉള്ളതാണെന്നും എത്രത്തോളം അപ്രീഷിയേറ്റബിൾ ആണെന്ന് മനസ്സിലാക്കി. അവരൊരു ഹെൽത്തി എൻവയോൺമെന്റിൽ തിരിച്ചു കൊണ്ടുവിടുക എന്നുള്ള ആ ഭാരിച്ച ഉത്തരവാദിത്വമാണ് അവർ ഏറ്റെടുത്തത്. ഹീൽഡ് ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സെൻഡ് ദം ബാക്ക് ഇൻടു ദി വേൾഡ്. അപ്പോൾ ഇങ്ങനെ മുറിവേറ്റ ഈ കുഞ്ഞു ബാല്യങ്ങളെ അല്ലെങ്കിൽ ഈ കുഞ്ഞു കൗമാരക്കാരെ കണ്ടുപിടിച്ച് തിരിച്ച് നല്ല ശിക്ഷണത്തിൽ ഏർപ്പെടുത്തി ഒരു കരകൗശല വിദ്യയൊക്കെ പഠിപ്പിച്ച് സമൂഹത്തിൽ നല്ല കുട്ടികളാക്കി തിരിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. And they were given training to the useful handicraft which made them fit to take their place in worthy members of the community. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ അവർക്കൊരു കൈത്തൊഴിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് കൂടി പഠിപ്പിച്ച് സമൂഹത്തിലെ നല്ല 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 കുട്ടികളാക്കി സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയാണ് ഇവർ ചെയ്യുന്നത്. It was a work of redemption that stirred of the heart. ഇത് ഒരു പുണ്യപ്രവൃത്തിയാണ്. അത് ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കൂ. And I asked what had directed to his life into this channel. അപ്പോൾ ഇത്രയും ഇങ്ങനെയുള്ള ഒരു പുണ്യപ്രവൃത്തി ചെയ്യുവാൻ നമുക്കൊരു പ്രേരണ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു കഥയുണ്ടായിരിക്കണം. എന്താണ് താങ്കൾ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക്, അതായത് സ്ലം ഏരിയയിൽപ്പെട്ട കുട്ടികളെ അവർക്ക് സ്ലം ഏരിയയിലുള്ള ചേരി പ്രദേശങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഘടകങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ താങ്കളെ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഘടകം എന്താണ് എന്ന് ആര് ചോദിച്ചു? AJ Crowley ചോദിച്ചു. ഈ ചാനലിലേക്ക് I asked what had directed his life into this channel. അദ്ദേഹത്തിന്റെ ജീവിതം ഈ രീതിയിലേക്ക് മാറ്റിമറിക്കുവാനുണ്ടായ സംഭവം വല്ലതും ഉണ്ടോ? എന്താണ് അതിന് കാരണം? The question had a strange effect upon him. അങ്ങനെ ആ ചോദിച്ച ചോദ്യം നമ്മുടെ AJ Crowley ചോദിച്ച ആരോട് ചോദിച്ചത്? ജോൺസിനോട് ചോദിച്ച ചോദ്യം എ സ്ട്രേഞ്ച് എഫക്റ്റ് അപ്പോൺ ഹിം. അവന് എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നു എന്ന് വിചാരിച്ചു. ഒരു വിചിത്രമായിരുന്നു. ഹി ടുക്ക് എ ഷാർപ്പ് ബ്രീത്ത് ആൻഡ് എക്സ്ക്ലൈംഡ്. ഈ ചോദ്യം കേട്ട ജോൺസ് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ ചോദിച്ചു. താങ്കൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നില്ല അല്ലേ? ഐ ഷുക്ക് മൈ ഹെഡ്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ തലയാട്ടി. ഇല്ല, ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു.
To the best of my belief, I had never in my life seen him before. എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ മുഖം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് A.J. Cronin പറഞ്ഞു. I have wanted to get a touch with you for many years. He went under increasing stress, but I never able to bring myself to do so. Then bending near, he spoke a few words tensely to my ear. അപ്പോൾ അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിന് അറിയത്തില്ല, ഇദ്ദേഹത്തിന് മുഖപരിചയമൊന്നുമില്ല. I wanted to get a touch with you for many years. He went on under increasing stress. But I was never able to bring myself to do. Then അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ മണ്ഡലങ്ങളിൽ എവിടെയും തന്നെ ഇദ്ദേഹവുമായിട്ട് ഏതൊരു പരിചയവുമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ then he bending near, he spoke a few words tensely in my ear. കുറച്ച് വാക്കുകൾ എൻ്റെ കാതിൽ മന്ത്രിച്ചു. ആര്? മിസ്റ്റർ ജോൺസ്. At that slowly evil started. അപ്പോൾ ആ കുറച്ച് വാക്കുകൾ എന്നോട് മന്ത്രിച്ചപ്പോൾ എൻ്റെ മൂടുപടം മാറി. അതായത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മണ്ഡലങ്ങൾ തിരിച്ചു വന്നു. അദ്ദേഹത്തെ ഓർക്കുകയാണ്. evil started, my thoughts sped back the quarter of the century. ഏകദേശം 25 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ ദിവസം ആർക്ക് ഓർത്തെടുക്കുകയാണ്? A.J. Cronin ഓർത്തെടുക്കുകയാണ്. With a start, I remembered the sole occasion when I had seen this man before. Yes, I had seen this man before. 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള ആ ഓർമ്മ ഓർക്കുവാൻ വേണ്ടി മിസ്റ്റർ ജോൺസ് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞപ്പോഴാണ് ആരോർത്തത്? A.J. Cronin മിസ്റ്റർ ജോൺസിനെ ഓർത്തു.